അസ്സലാമലൈക്കും മക്കളെ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമെറിസം. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്താ ഇവിടെ കാണുന്നത്? ഒരു നെയിമിങ് സെറമണിയാണല്ലേ. ഇവിടെ നെയിമിങ് സെറമണിയിൽ എന്താ സാധാരണ നടക്കുക? ന്യൂ ബേബിക്ക് വി ഗോട്ട് എ ന്യൂ നെയിം അല്ലേ? ഓക്കെ, അപ്പോൾ സെയിം നമ്മൾ ഡിഫറെൻ്റ് കോമ്പൗണ്ട്സിന് ന്യൂ നെയിം കൊടുക്കാൻ പോവുകയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് നെയിം കൊടുക്കുക എന്നുള്ളത് നോക്കാം. നമ്മൾ കാർബൺസിൻ്റെ നമ്പർ നോക്കിയിട്ട് വേണം നെയിം കൊടുക്കാൻ. ഒരു കാർബൺ ഉണ്ടാവുമ്പോൾ അതിൻ്റെ വേർഡ് റൂട്ട് വരുന്നത് മീത്, 2 കാർബൺ ഉണ്ടാവുമ്പോൾ ഈത്, 3 കാർബൺ ഉണ്ടാവുമ്പോൾ പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്റ്റ്, നണ്ണ്, ഡക്ക്. ഇങ്ങനെയാണ് വേർഡ് റൂട്ടുകൾ പോകുന്നത്. അപ്പോൾ ഈ വേർഡ് റൂട്ട് ഫസ്റ്റ് ചേർത്തിട്ട് വേണം കാർബൺസിന് ബാക്കിയുള്ള പേര് കൊടുക്കാൻ. മനസ്സിലായില്ലേ? ഒരു കാർബൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മീത് ഇതിൻ്റെ വേർഡ് റൂട്ട് ഫസ്റ്റ് കൊടുക്കും. അതിനുശേഷം അതിനെ കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് അടുത്ത പേര് കൊടുക്കണം. അപ്പോൾ പിന്നെ എന്താണ് കൊടുക്കുക എന്നുള്ളതും കൂടി നമുക്ക് അറിയണമല്ലോ. ഇതിൽ 3 ഗ്രൂപ്പുകളാണുള്ളത്: ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക? നമ്മൾ ഇവിടെ ആൽക്കെയിൻ ഗ്രൂപ്പിന് ഈ കാർബൺസിൻ്റെ ഇടയിൽ ഒരു സിംഗിൾ ബോണ്ടേ ഉണ്ടാവുള്ളൂ. ആൽക്കീന് ഡബിൾ ബോണ്ട് ഉണ്ടാകും. ആൽക്കൈന് ഒരു കാർബൺസ് ട്രിപ്പിൾ ബോണ്ട്, ഇതിൻ്റെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെയാണ് വരിക. ഒരു സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് CH3, സിംഗിൾ ബോണ്ട് CH3 എന്ന് വരും. ആൽക്കീന് CH3, സിംഗിൾ ബോണ്ട് CH2 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ പേര് എങ്ങനെ കൊടുക്കുന്നത് നോക്കാം. 2 കാർബൺ ആണുള്ളത് അല്ലേ? 2 കാർബൺ ആകുമ്പോൾ നമുക്ക് മീത്, ഈത്. ഈതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ലാസ്റ്റിലെ ANE കൂടെ ചേർക്കുക. അപ്പോൾ മീതിൻ്റെ കൂടെ ANE ചേർത്താൽ എന്താണ് വരിക? മീതിൻ്റെ കൂടെ ANE ചേർത്താൽ പേരെന്തായി? മീതെയിൻ എന്നായില്ലേ? മനസ്സിലായോ? അല്ല, 2 കാർബൺ ഉണ്ട്, അപ്പം മീതല്ല, ഈതാണല്ലോ വരല്ലേ? അപ്പം നമ്മൾ ഈതെയിൻ. ഓക്കെ, ഇങ്ങനെയാണ് പേര് കൊടുക്കുക. 1 കാർബൺ ഉണ്ടാകുമ്പോൾ മീതെയിൻ, 2 കാർബൺ ഉണ്ടാകുമ്പോൾ ഈതെയിൻ, 3 കാർബൺ ഉണ്ടാകുമ്പോൾ പ്രൊപ്പെയിൻ. അപ്പോൾ ഈ ANE കൊടുക്കുന്നത് സിംഗിൾ ബോണ്ടിനാണ്. ഇവിടെ ഡബിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ ENE കൊടുക്കുക. 3 ബോണ്ട് ഉള്ളതിന് YNE കൊടുക്കുക. അങ്ങനെയാണ് ഇതിൽ നെയിമിങ്ങിൽ ചേഞ്ചസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, സിംഗിൾ ബോണ്ടുള്ള കുറച്ച് കോമ്പൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് വരുന്നത് നോക്കിയേ. 1 കാർബൺസ് ഉള്ളതാണ്. 1 കാർബൺസ് ഉണ്ടാകുമ്പോൾ മീത്, അതിൻ്റെ കൂടെ ANE ചേർക്കുമ്പോൾ മീതെയിൻ എന്ന് വന്നു. ഇവിടെ 3 കാർബൺസ് ഉള്ള ഒരു കോമ്പൗണ്ടാണ്. 3 കാർബൺസ് ഉണ്ടാകുമ്പോൾ വേർഡ് റൂട്ട് പ്രൊപ്പ് എന്ന് വരും. അതിൻ്റെ കൂടെ ANE ചേർത്താൽ പ്രൊപ്പെയിൻ എന്ന് വരും. ഇനി 4 കാർബൺ ഉണ്ടാകുമ്പോൾ ബ്യൂട്ട്, അതിൻ്റെ കൂടെ ANE ചേർക്കുന്നു, ബ്യൂട്ടൈൻ എന്ന് വരും. ഇവിടെ എത്ര കാർബണാണ് ഉള്ളത്? 6 കാർബൺ ഉണ്ട്. ഹെക്സിൻ്റെ കൂടെ ANE ചേർക്കുമ്പോൾ ഹെക്സെയിൻ എന്ന് വരും. അങ്ങനെയാണ് പേര് കൊടുക്കുന്നത്. ഇത് 10 കാർബൺ ആകുമ്പോഴും നമുക്ക് പേരുകൾ, വേർഡ് റൂട്ടുകൾ അറിയാം. അതിൻ്റെ കൂടെ ANE ചേർക്കുമ്പോൾ പേര് കിട്ടും, സിമ്പിളായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഒന്നും കൂടി നോക്കുക എങ്ങനെയാണ് പേരുകൾ നമ്മൾക്ക് കണക്കാക്കുന്നതെന്നാണ്. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ദിസ് ചെയിൻ? ഹൗ മെനി കാർബൺ ആറ്റംസ് ഇൻ ദിസ് ചെയിൻ? ആദ്യം നമ്മൾ എണ്ണി നോക്കണം. അപ്പോൾ 1 2 3 4 5 കാർബൺ ആറ്റം ഉണ്ടാകുമ്പോൾ എന്താണ്? വാട്ട് ഈസ് ദ വേർഡ് റൂട്ട് ഓഫ് ദിസ് കാർബൺ ആറ്റം? 5 കാർബൺ ഉണ്ടാകുമ്പോൾ വേർഡ് റൂട്ട് എന്ത് വരും?
ഓരോന്നിൻ്റെ ആൻസർ ചെയ്താൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ പെൻറ്റ് എന്ന് കിട്ടും. പെൻറ്റിൻ്റെ കൂടെ സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആയതുകൊണ്ട് എന്ത് നമ്മൾ ചേർക്കണം? ANE ചേർക്കുക. ഇപ്പം നമുക്ക് കിട്ടിയില്ലേ, പെൻറ്റെയിൻ എന്ന് കിട്ടിയില്ലേ. ഇത്രേ പണിയുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബ്രാഞ്ചസ് ഉള്ള ആൽക്കെയിൻ ഗ്രൂപ്പിന് എങ്ങനെ പേര് കൊടുക്കാൻ നോക്കാം. ബ്രാഞ്ചസ് വരുമ്പോൾ ഇവിടെ ഇപ്പോൾ കണ്ടോ, ഒരു ബ്രാഞ്ച് സെക്കൻഡ് കാർബണിൽ ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രാഞ്ചസിന് നമുക്ക് പേര് കിട്ടണം. എങ്ങനെയാണ്? ഈ ബ്രാഞ്ചസിനെ നമ്മൾ പറയുന്നതാണ് ആൽക്കൈൽ ഗ്രൂപ്പുകളെന്ന്. ആൽക്കൈൽ ഗ്രൂപ്പുകൾ. അപ്പം ഏതാണോ പിന്നെ ബ്രാഞ്ച് വന്നിരിക്കണം അതിനനുസരിച്ച് പേരുകളും. ബ്രാഞ്ചസ് CH3 എന്നാണല്ലോ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് മീഥൈൽ എന്നാണ്. കണ്ടോ, CH3 വരുമ്പോൾ മീഥൈൽ. 2 കാർബണുള്ള ഒരു ബ്രാഞ്ചാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈഥൈൽ. 3 ബ്രാഞ്ച് ഉള്ളതാകുമ്പോൾ പ്രൊപ്പൈൽ. ഈ ബ്രാഞ്ചസിന് പേര് വരുന്നതും കാർബൺസിൻ്റെ എണ്ണം നോക്കിയിട്ട് തന്നെയാണ്. ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ, അതുകൊണ്ട് ഐൽ ചേർത്ത് പറയുന്നു. ഒരു കാർബൺ ഉണ്ടാകുമ്പോൾ മീത് എന്നല്ലേ, അപ്പോൾ മീതിൻ്റെ കൂടെ ഐൽ ചേർക്കുമ്പോൾ മീഥൈൽ. അങ്ങനെയാണ് ബ്രാഞ്ചസിന് നമ്മൾ പേര് കൊടുക്കുന്നത്. ഇനി നമുക്ക് IUPAC നെയിം എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച്. പൊസിഷൻ ഓഫ് ബ്രാഞ്ച് കൊടുക്കണം. അതിനുശേഷം ഐഫൺ കൊടുക്കുക. പിന്നെ നെയിം ഓഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ് പ്ലസ് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. അങ്ങനെയാണ് പേര് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ആൻസർ ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് IUPAC നെയിം എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ. മെയിൻ ചെയിന് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കാർബൺസ് ഉള്ളതാണ് മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം മുകളിൽ കൂടെ പോണത് തന്നെയാണ് മെയിൻ ചെയിൻ. അപ്പം എത്ര കാർബൺ ആറ്റംസ് ആണ് ഈ മെയിൻ ചെയിനിലുള്ളത്? 5 കാർബൺ ആറ്റംസ് ആണല്ലേ, 5. ഇനി വേർഡ് റൂട്ട് 5 കാർബൺ ആറ്റം ഉണ്ടാകുമ്പോൾ വേർഡ് റൂട്ട് എന്ത് വരും? പെൻറ്റ്. സഫിക്സ് എന്ത് വരും? സഫിക്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ, ANE എന്ന് വരും അല്ലേ. ഓക്കെ, ഇനി നെയിം ഓഫ് ദ ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ്. ബ്രാഞ്ച് വന്നിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ നെയിം എന്താണ്? CH3 എന്ന് വരുമ്പോൾ മീഥൈൽ എന്നാണ് വരിക കേട്ടോ. മീഥൈൽ എന്ന് വന്നു. ഇനി പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച്. ബ്രാഞ്ച് ഏത് പൊസിഷനിലാണ് നിൽക്കുന്നതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം 2 സൈഡിൽ നിന്നും എണ്ണി നോക്കിയിട്ട് സ്മോളസ്റ്റ് നമ്പറാണ് പൊസിഷനിൽ എടുക്കേണ്ടത്. ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണി നോക്കുമ്പോൾ 4th പൊസിഷനിലാണ് നിൽക്കുന്നത് അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണി നോക്കുമ്പോൾ 2nd പൊസിഷനിലാണ് നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 2nd ആണ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് കിട്ടി. ഇനി IUPAC നെയിം എഴുതാൻ സിമ്പിളാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ എഴുതണം ഈ ഒരു ഇത് നോക്കിയിട്ട് എഴുതിയാൽ മതി. പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് എന്ന് പറയുന്നത് 2 ആണ്. എന്നിട്ട് ഹൈഫൺ ആണ് കൊടുക്കേണ്ടത്. നെയിം ഓഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ് എന്താണ്? മീഥൈൽ. ബ്രാഞ്ച് ആണ് കേട്ടോ പറയുന്നത്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മീഥൈൽ. ഇനി നമ്മൾ എഴുതേണ്ടത് വേർഡ് റൂട്ട്. വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ പെൻറ്റ് ആണ് അല്ലേ. പെൻറ്റ്. പെൻറ്റിൻ്റെ കൂടെ സഫിക്സ് എഴുതണം. സഫിക്സ് എന്ന് പറഞ്ഞാൽ ANE. അപ്പം എന്താ നമുക്ക് ആൻസർ കിട്ടിയ 2 മീഥൈൽ പെൻറ്റൈൻ എന്ന ആൻസർ കിട്ടി. ഓക്കെ അല്ലേ. ഇനി നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻ വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ച്. ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പേരുകൾ കൊടുക്കേണ്ടതെന്നാണ് നോക്കേണ്ടത് കേട്ടോ. ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം, എന്നിട്ട് ആൻസർ ചെയ്യാം. ചെറിയ ഒരു ചേഞ്ചേ വരുന്നുള്ളൂ കേട്ടോ. പറഞ്ഞുതരാം. നെയിം ഓഫ് ദ കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഹൗ മെനി കാർബൺ ആറ്റംസ്? 7 അല്ലേ. 7 കാർബൺ ആറ്റംസ് ആണുള്ളത്. ഇനി
നമ്പർ ഓഫ് ദ ബ്രാഞ്ചസ് എത്ര ഉണ്ട്? 2 ബ്രാഞ്ചസ് ഉണ്ട്. നെയിം ഓഫ് ദ ബ്രാഞ്ചസിൻ്റെ നെയിം എന്താണ്? CH3 എന്ന് വരുമ്പോൾ മീഥൈൽ. ഇനി കറക്റ്റ് പൊസിഷൻ, ബ്രാഞ്ചിൻ്റെ കറക്റ്റ് പൊസിഷൻ. ഇപ്പം ഞാൻ പറഞ്ഞു 2 സൈഡിൽ നിന്നും എണ്ണീറ്റ് സ്മോളസ്റ്റ് നമ്പർ എടുക്കണം എന്ന് പറഞ്ഞു. ഈ സൈഡിൽ നിന്ന് എണ്ണാണെന്നുണ്ടെങ്കിൽ 3ലും 6ലും ആണ് എന്ത് ബ്രാഞ്ച് പോകുന്നത്. ഈ സൈഡിൽ നിന്ന് എണ്ണിയാൽ 2ലും 5ലും ആണ്. ഇപ്പം നമുക്ക് സ്മോളസ്റ്റ് നമ്പർ എടുക്കാം. സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 2ഉം 5ഉം ആണ് അല്ലേ? 2, 5. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് IUPAC നെയിം എഴുതാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൊടുത്തിട്ടില്ല. 7 കാർബൺ ആകുമ്പോൾ എന്താണ് വേർഡ് റൂട്ട് എന്നുള്ളത്? ഹെപ്റ്റ് ആണ് കേട്ടോ. 7 കാർബൺ ആകുമ്പോൾ. അപ്പോൾ IUPAC നെയിം എഴുതാം. നമുക്ക് ആദ്യം ബ്രാഞ്ചസിൻ്റെ പൊസിഷൻ എഴുതാം. അപ്പോൾ 2 പൊസിഷൻ വരുന്നുണ്ട്. 2ഉം കോമ ഇട്ടിട്ട് എഴുതാം. 2, 5 എന്നിട്ട് ഹൈഫൺ കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 ബ്രാഞ്ചസ് വരുന്നത് കൊണ്ട് നമ്മൾ ഡൈ എന്ന് ചേർക്കണം. 3 ബ്രാഞ്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ഡ്രൈ എന്നാണ്. അപ്പോൾ ഡൈ എന്ന് ചേർത്തു. ഇനി ബ്രാഞ്ചിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. ബ്രാഞ്ചിൻ്റെ പേര് CH3 ആയതുകൊണ്ട് മീഥൈൽ. 2 മീഥൈൽ. പിന്നെ എന്ത് വരും? 2 മീഥൈൽ വേർഡ് റൂട്ട് ഹെപ്റ്റ് കേട്ടോ. 7 കാർബൺ ആകുമ്പോൾ ഹെപ്റ്റ്, അതിൻ്റെ കൂടെ സഫിക്സ് എയിന്. ഇപ്പോൾ 2, 5 ഡൈ മീഥൈൽ ഹെപ്റ്റൈൻ ആയി. ഇനി 3 കാർബൺ ആറ്റം 3 ബ്രാഞ്ചസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്രൈ എന്ന് വരും. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ഇനി നോക്കുന്നത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ്. ഇതിനെന്താ പ്രത്യേകത എന്നറിയാം? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിനുള്ള പ്രത്യേകത ഒരു സിംഗിൾ ബോണ്ടല്ല ഇതിന് ഉണ്ടാവുക. എവിടെയെങ്കിലും ഒന്ന് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവും. അപ്പോൾ അതിന് പേര് കൊടുക്കുന്നതിൽ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ? ആദ്യം നമ്മൾ വേർഡ് റൂട്ടാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് ഹൈഫൺ കൊടുക്കുക. എന്നിട്ട് ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ കൊടുക്കുക. വീണ്ടും ഹൈഫൺ കൊടുക്കുക. സഫിക്സ് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പം വേർഡ് റൂട്ട് എന്താണ് വരിക? ഇതിന് 4 കാർബൺ ഉള്ളതിന് ബ്യൂട്ട് എന്ന് വരും. ബ്യൂട്ട് നമ്മൾ കൊടുത്തു. എന്നിട്ട് ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷനാണ് കൊടുക്കേണ്ടത്. ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞത് 1ാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് ഡബിൾ ബോണ്ട് വരുന്നത് അല്ലേ? ഇവിടുന്ന് എണ്ണാണെന്നുണ്ടെങ്കിൽ 3ാമത്തതിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്മോളസ്റ്റ് നമ്പർ തന്നെ നമ്മൾ എടുക്കുക. 1 എന്ന് എഴുതി. വീണ്ടും ഹൈഫൺ കൊടുക്കുന്നു. ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് സഫിക്സ് ഈൻ എന്നാണ് വരിക. അപ്പോൾ ബ്യൂട്ട് 1 ഈൻ എന്നാണ് വരിക. ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 4 കാർബൺ ആണ്, അതുകൊണ്ട് ബ്യൂട്ടൻ അല്ലേ? ബ്യൂട്ട്. ഇനി ഹൈഫൺ. ഇനി ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ എന്താണ്? സെക്കൻഡ് കാർബൺ കഴിഞ്ഞിട്ടാണ് ഇവിടെ പൊസിഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് പൊസിഷനാണ്. ഇനി ഈന് സഫിക്സ് വരുന്നത് ഈന്. ഇനി നമുക്ക് നോക്കാം, ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചേഞ്ച് വരിക എന്നാണ് നോക്കാം. ഇവിടെ ട്രിപ്പിൾ ബോണ്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചേഞ്ച് വരും? കാർബൺസിൻ്റെ എണ്ണം അനുസരിച്ച് തന്നെ പേര് കൊടുക്കുന്നു. ഇവിടെ ബ്യൂട്ട് പൊസിഷൻ കൊടുക്കുക. ട്രിപ്പിൾ ബോണ്ടിൻ്റെ പൊസിഷന് 2 തന്നെ വരുന്നത് അല്ലേ? 2 കൊടുക്കുക. പിന്നെ സഫിക്സ് ആണ് മാറുന്നത്. YNE എന്നാകും.
മനസ്സിലായോ? അത്രേ വ്യത്യാസമുള്ളൂ കേട്ടോ. ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഉള്ളത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് 6 എണ്ണാണുള്ളത്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, കാർബോക്സിൽ ഗ്രൂപ്പ്, ആൽഡിഹൈഡ് ഗ്രൂപ്പ്, കീറ്റോ ഗ്രൂപ്പ്, ഹാലോ ഗ്രൂപ്പ്, ആൽക്കോക്സി ഗ്രൂപ്പ്. ഇങ്ങനെ 6 ഗ്രൂപ്പുകളാണ് ഉള്ളത്. നമ്മൾ ഇതുവരെ നോക്കിയതിലൊക്കെ ഹൈഡ്രജനും കാർബണും മാത്രമാണ് ഉണ്ടായിരുന്നത് അല്ലേ. ഇവിടെ അതിൻ്റെ കൂടെ വേറെ ആരെങ്കിലും കയറിയിരിക്കുമ്പോൾ ഗ്രൂപ്പുകളുടെ നെയിമുകൾ മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ IUPAC നെയിമിലും ചേഞ്ചസ് വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് OH ആണ് ഹൈഡ്രോ കാർബൺസിൻ്റെ കോമ്പൗണ്ടിൽ വരുന്നത്, അതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഇതിന് IUPAC നെയിമിൽ എങ്ങനെ വ്യത്യാസം വരുമെന്ന് നോക്കാം. ഇവരെ നമ്മൾ ആൽക്കഹോൾസ് എന്നും നെയിം പറയാറുണ്ട് കേട്ടോ, ആൽക്കഹോൾസ്. അപ്പോൾ ഈ ആൽക്കഹോൾസിന് IUPAC നെയിം കൊടുക്കുമ്പോൾ ആദ്യം ആൽക്കെയിൻ്റെ പേര് കൊടുക്കും. നമ്മൾ ഒരു കാർബൺ ഉണ്ടാകുമ്പോൾ മീതെയിൻ, 2 കാർബൺ ഉണ്ടാകുമ്പോൾ ഈതെയിൻ, അങ്ങനത്തെ പേരുകൾ കൊടുക്കുമ്പോൾ ലാസ്റ്റിൽ ഒരു വരും അല്ലേ, ANE എന്ന് കൊടുക്കുമല്ലോ. അതിൻ്റെ നെ നമ്മൾ റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തിട്ട് ഓൾ എന്ന് ചേർക്കുകയാണ് ചെയ്യുക. ഓൾ എന്ന് ചേർക്കും. അപ്പോൾ ഒരു കാർബണുള്ള ഒരു കോമ്പൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നെ മാറ്റി ഓൾ ചേർത്താൽ എന്ത് കിട്ടും? മെത്തനോൾ എന്ന് കിട്ടും. ഇനി 2ൽ കൂടുതൽ കാർബൺ ആറ്റംസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ OHൻ്റെ പൊസിഷനും കൂടെ എഴുതണം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ 3 കാർബൺസ് ഉണ്ട് അല്ലേ, 3 കാർബൺസ് ഉണ്ട്. അതുകൊണ്ട് OHൻ്റെ പൊസിഷൻ നമ്മൾ കൊടുത്തിട്ട് ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എഴുതി നോക്കാം കേട്ടോ. ആൽക്കെയിൻ്റെ പേരെന്താണ്? 3 കാർബൺസ് ഉണ്ടാവുമ്പോൾ പ്രൊപ്പെയിൻ എന്ന് വരും അല്ലേ. ഈ പ്രൊപ്പെയിനിൻ്റെ ലാസ്റ്റിലെ നെ നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് ഹൈഫൺ കൊടുക്കുക. ഹൈഫൺ കൊടുത്തിട്ട് ഈ OHൻ്റെ പൊസിഷനാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. OHൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് 3ാമത്തെ കാർബണിലാണ് ഈ ഒരു OH നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1ാമത്തെ കാർബണിലാണ് OH നിൽക്കുന്നത്. OHനെ പോയി എണ്ണരുത് കേട്ടോ. അപ്പോൾ 1ാമത്തെ പൊസിഷനാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മളൊക്കെ എപ്പോഴും സ്മോളസ്റ്റ് സംഖ്യയാണ് എടുക്കുക. ആ 1 എഴുതുക. ഇനി നമ്മൾ എന്ത് എഴുതണം? OH വന്നതുകൊണ്ട് ഏത് പേര് കൊടുക്കുക? ഓൾ എന്ന് കൊടുക്കുക. അപ്പോൾ പ്രൊപ്പൻ 1 ഓൾ എന്ന് കിട്ടി. മനസ്സിലായോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ, എന്താ അതിൽ ചേഞ്ച് ഉള്ളത്? 3 കാർബൺസ് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ OHൻ്റെ പൊസിഷനാണ് വ്യത്യാസമുള്ളത്. OHൻ്റെ പൊസിഷന് 2ാമതാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ പൊസിഷനിൽ മാത്രമേ ഉള്ളൂ മാറ്റം. അപ്പോൾ പ്രൊപ്പൻ 2 ഓൾ എന്ന് വരും. സെക്കൻഡ് ഗ്രൂപ്പാണ് കാർബോക്സിൽ ഗ്രൂപ്പ്. കാർബോക്സിൽ ഗ്രൂപ്പിന് കാർബോക്സിലിക് ആസിഡുകൾ എന്നും പറയാറുണ്ട് കേട്ടോ. ഇതിനെ നമ്മൾ ആൽക്കെയിനിൻ്റെ ലാസ്റ്റിലെ നെ മാറ്റിയിട്ട് ഓയിക് ആസിഡ് എന്ന് കൊടുക്കുകയാണ് ചെയ്യുക. ഒരു മീതെയിന് എന്നുള്ള കോമ്പൗണ്ടാണ്, ഒരു കാർബണുള്ള കോമ്പൗണ്ടാണ് നമ്മൾ മീതെയിൻ എന്ന് പറയൂലേ. അതിൻ്റെ ലാസ്റ്റിൽ ANE വരൂലേ. ആ ANE മീതെയിൻ എന്ന് എഴുതുമ്പോൾ അതിൻ്റെ കൂടെ ANE എന്ന് എഴുതുമ്പോഴല്ലേ മീതെയിൻ എന്നാവുന്നത്. ഇതിൽ ലാസ്റ്റിൽ റിമൂവ് ചെയ്തിട്ട് ഓയിക് ആസിഡ് എന്ന് കൊടുക്കുന്നത്. ഓയിക് ആസിഡ് മനസ്സിലായോ? അപ്പം മെഥനോയിക് ആസിഡ് എന്ന് പേര് വരും കേട്ടോ. അങ്ങനെ നമുക്ക് ഈ കോളൊന്ന് പൂരിപ്പിച്ചു കൊടുത്താലോ? നോക്കാം. ഇവിടെ ഫസ്റ്റിൽ 1 കാർബണാണ് വന്നിട്ടുള്ളത് അല്ലേ. 1 കാർബൺ വരുമ്പോൾ എന്താണ് പേര് കിട്ടുക?
മെഥനോയിക് ആസിഡ് ഇപ്പൊ പറഞ്ഞ പേരെന്നെ കേട്ടോ, മെഥനോയിക് ആസിഡ്. ഓയിക് ആസിഡ്. ഇനി സെക്കൻഡ് 2 കാർബൺസ് ആണ് വന്നിട്ടുള്ളത്. അതിന്റെ പേര് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ, എത്തനോയിക് ആസിഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രൊപ്പനോയിക് ആസിഡിന്റെ കോമ്പൗണ്ട് നമ്മൾ എഴുതണം. അപ്പൊ നമ്മൾ എഴുതി നോക്കാം പ്രൊപ്പനോയിക് ആസിഡിന്റെ കോമ്പൗണ്ട് എങ്ങനെയാ വരികയെന്ന്. പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ എത്ര കാർബൺസ് ആണെന്ന് നമ്മൾ ഫസ്റ്റ് എഴുതുക. 3 കാർബൺ എഴുതുക. അതിനുശേഷം ഹൈഫൺ കൊടുക്കുക. അതിനുശേഷം ഹൈഡ്രജനെ കൊടുക്കുക. ഇവിടെ ഹൈഡ്രജനെ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചുറ്റുഭാഗത്തുള്ള ഹൈഫൺസ് നോക്കിയിട്ട് പിന്നെ അതും ഹൈഡ്രജനും കൂട്ടിയിട്ട് 4 എണ്ണമാണ് വരേണ്ടത്. അപ്പൊ ഇവിടെ ഒരു ഹൈഫൺ ആണ് പോകുന്നത്. അതിൻ്റെ കൂടെ 3 ഹൈഡ്രജനെയും കൂടി കൂട്ടിയാൽ 4 ആയില്ലേ. ഈ ഇതില് എത്ര ഹൈഫണാ പോകുന്നത്? സെക്കൻഡ് കാർബണില് 2 ഹൈഫൺ പോണുണ്ട്. അപ്പൊ ബാക്കി നമ്മൾ 2 ഹൈഡ്രജനെ കൊടുത്താൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് 4 ഹൈഡ്രജനും ബോണ്ടും കൂടി കൂട്ടിയിട്ട് 4 എണ്ണായി. ഇനി തേർഡില് നമ്മൾ ഹൈഡ്രജനെ അല്ല കൊടുക്കേണ്ടത്, ആരെ കൊടുക്കേണ്ടത്? COOH ആണ് അല്ലേ. കാർബോക്സിൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് COOH ആണ് കൊടുക്കേണ്ടത്. മനസ്സിലായോ പ്രൊപ്പനോയിക് ആസിഡ് എങ്ങനെ എഴുതുന്നതെന്നുള്ളത്? ഓക്കെ. ഇനി അടുത്തത് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. IUPAC നെയിം എഴുതണം. എത്ര കാർബൺസ് ആണുള്ളത്? 4 കാർബൺസ് അല്ലെ. 1 2 3 4 4 കാർബൺസ് ഉണ്ടാവുമ്പോൾ ബ്യൂട്ടൈൻ. ബ്യൂട്ടൈനിന്റെ ലാസ്റ്റിലെ ഈനെ നമ്മൾ മാറ്റുന്നു. ബ്യൂട്ടൈൻ എന്നല്ലേ വരിക. ഇതിന്റെ ലാസ്റ്റിലെ ഈനെ മാറ്റിയിട്ട് എന്ത് കൊടുക്കുന്നു? ഓയിക് ആസിഡ്. ഇപ്പൊ ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് പേര് വരും. മനസ്സിലായോ? ഓക്കെ. അടുത്തതാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് കേട്ടോ. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇവര് നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ് CHO. അപ്പൊ ഇവരുടെ ആൽക്കൈൻ്റെ ഗ്രൂപ്പിലെ ലാസ്റ്റത്തെ ഈനെ മാറ്റിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ആൾ എന്ന്, AL. അവര് ആൾ എന്നാണ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഫില്ല് ചെയ്യാം. ബ്യൂട്ടനാൾ എന്ന് പറയുമ്പോൾ എത്ര കാർബൺസ് വരും? 4 കാർബൺസ് അല്ലേ. ബ്യൂട്ട് എന്ന് പറയുമ്പോൾ 4 കാർബൺസ്. നമുക്കിവിടെ എഴുതാം കേട്ടോ, 4 കാർബൺസ് വരും. ഇനി നമ്മൾ ഹൈഫണ് കൊടുക്കുക. ഹൈഫണ് കൊടുത്തിട്ട് നോക്കിക്കോ, ഹൈഡ്രജനെ കൊടുക്കാൻ അറിയാത്തവർ നോക്കുക. ഇതിന്റെ ചുറ്റുഭാഗത്തും എത്ര ഹൈഫൺ വരുന്നതെന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ ഒരു ഹൈഫൺ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് 4 എണ്ണം ആവണമെന്നുണ്ടെങ്കിൽ 3 ഹൈഡ്രജനെ കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ നോക്കുക, നമുക്ക് ഹൈഡ്രജനെ കൊടുക്കാം കേട്ടോ. 3 ഹൈഡ്രജൻ കൊടുത്താൽ എല്ലാം കൂടെ 4 ആയി. ഇനി അടുത്ത കാർബൺസിന്റെ ചുറ്റിലും 2 ബോണ്ടാണ് പോണത്. അപ്പൊ നമ്മൾക്ക് 2 ഹൈഡ്രജനെ കൊടുക്കാം. ഇവിടെ 2 ഹൈഡ്രജനെ കൊടുക്കുന്നു. അടുത്തതിലോ ഹൈഡ്രജൻ അല്ല വേണ്ടത്, CHO ആണ് വേണ്ടത് അല്ലേ. ഓക്കെ. അപ്പൊ ബ്യൂട്ടനാൾ ആയിട്ടോ. ഇനി നെക്സ്റ്റ് CH3 CH2 CHO. ഇത് കോമ്പൗണ്ട് ആണ്. IUPAC നമ്മൾ നെയിം എഴുതണം. എന്താ വരിക? 3 കാർബൺസ് ഉള്ളത് അല്ലേ. അപ്പൊ പ്രൊപ്പനാൾ എന്ന് വരും. ഇനി പെന്റനാളിന്റെ കോമ്പൗണ്ട് എഴുതണം. പെന്റനാൾ എന്താ വരിക? പെന്റനാൾ എന്ന് വരുമ്പോ 5 കാർബൺ. 5 കാർബൺ എഴുതുന്നു, ഹൈഫൺ കൊടുക്കുന്നു, എന്നിട്ട് ഹൈഡ്രജനെ കൊടുക്കണം അല്ലേ. എത്ര ഹൈഡ്രജൻ ആണ്? ഇവിടെ 3 ഹൈഡ്രജൻ
ഇവിടെ 2, ഇവിടെ 2, വീണ്ടും 2, പിന്നെ എന്ത് കൊടുക്കണം നമ്മള്? CHO എന്ന് കൊടുക്കണം അല്ലെ. ഇപ്പൊ പെന്റനാളിന്റെ കോമ്പൗണ്ട് കിട്ടി. മനസ്സിലായില്ലേ മക്കളെ? അടുത്ത ഗ്രൂപ്പാണ് കീറ്റോ ഗ്രൂപ്പ്. കീറ്റോ ഗ്രൂപ്പില് എന്താ ഉള്ളത്? നമുക്ക് മനസ്സിലാക്കാൻ CO എന്നാണ് ഉള്ളത്. CO ഇവരെ എപ്പോഴും സെൻട്രലായിട്ടാണ് വരിക കേട്ടോ, തലപ്പത്ത് വരൂല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ പൊസിഷൻ കൊടുക്കണം. പൊസിഷൻ കൊടുക്കുമ്പോൾ മനസ്സിലാക്കുക, 2 സൈഡിൽ നിന്നും എണ്ണീറ്റ് സ്മോളസ്റ്റ് നമ്പർ തന്നെ എടുക്കണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ സൈഡിൽ നിന്ന് എണ്ണാണെന്നുണ്ടെങ്കിൽ 4th പൊസിഷനിലാണ് CO നിൽക്കുന്നത്. ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ 2nd പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 2nd പൊസിഷനാണ് എടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതുപോലെ ആൽക്കെയിൻ്റെ ഗ്രൂപ്പിൽ ആൽക്കെയിൻ്റെ പേരിലെ ഈനെ ഒഴിവാക്കി നമ്മൾ ഓൺ എന്നാണ് ചേർക്കേണ്ടത്. അപ്പോൾ എന്താ പേര് വരാൻ നോക്കാം. ഇവിടെ 5 കാർബൺസ് ഉള്ള ഒരു കോമ്പൗണ്ടാ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 5 കാർബൺസ് ഉള്ള ആൽക്കെയിൻ ഗ്രൂപ്പിന് പെൻഡെയിൻ എന്നല്ലേ പേര് വരിക? പെൻഡെയിൻ. ഈ പെൻഡെയിനിന്റെ ഈനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഹൈഫൺ കൊടുക്കണം. എന്നിട്ട് ഈ കീറ്റോ ഗ്രൂപ്പിന്റെ പൊസിഷൻ എഴുതണം. കീറ്റോ ഗ്രൂപ്പിന്റെ പൊസിഷൻ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് 2 അല്ലേ. ഇവിടുന്ന് എണ്ണുമ്പോൾ 4th ആണ്, ഇവിടുന്ന് എണ്ണുമ്പോൾ 2 ആണ്. അപ്പോൾ സ്മോളസ്റ്റ് നമ്പർ നമ്മൾ എടുക്കുന്നു, 2 കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും ഹൈഫൺ കൊടുക്കുക, അതിനുശേഷം ഓൺ എന്ന് കൊടുക്കുക. ഇപ്പൊ പെൻഡൻ 2 ഓൺ എന്നായി. നെക്സ്റ്റ് ഗ്രൂപ്പാണ് ഹാലോ ഗ്രൂപ്പ്. ഈ ഹാലോ ഗ്രൂപ്പിൽ 4 പേര് വരുന്നുണ്ട്. 4 ആള്. ഇതുവരെ വന്നിട്ടുള്ളതൊക്കെ ഓരോരുത്തരായിരുന്നു, അപ്പോഴാണ് ഗ്രൂപ്പുകൾ മാറിയിരുന്നത് അല്ലേ. ഇവിടെ 4 ആള് വരുന്നുണ്ട്. F ഉണ്ട്, CL ഉണ്ട്, BR ഉണ്ട്, I ഉണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പേരുകൾ വരാന്ന് നോക്കാട്ടോ. F വരുമ്പോൾ ഫ്ലൂറോ, CL വരുമ്പോൾ ക്ലോറോ, BR വരുമ്പോൾ ബ്രോമോ, I വരുമ്പോൾ അയഡോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ആരാ വന്നിട്ടുള്ളത്? ക്ലോറോ ആണ്. ഹാലോ ഗ്രൂപ്പിലെ ക്ലോറോ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ ഇതിന് IUPAC നെയിം കൊടുക്കുമ്പോൾ എങ്ങനെയാ കൊടുക്കേണ്ടതെന്ന് നോക്കിയ പൊസിഷൻ ഓഫ് ദ ഹാലോ ഗ്രൂപ്പ് ഹൈഫൺ നെയിം ഓഫ് ദ ഹാലോ ഗ്രൂപ്പ് നെയിം ഓഫ് ദ ആൽക്കെയിൻ. പൊസിഷൻ കൊടുക്കണം. ഇവിടെ നോക്കിയേ, ക്ലോറോ എന്നുള്ളതാണ് ഹാലോ ഗ്രൂപ്പിലുള്ള ആള്. ക്ലോറോയുടെ പൊസിഷൻ ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണുമ്പം 3 പൊസിഷനിലാണ് നിൽക്കുന്നത് അല്ലെ, 3rd പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ആവുമ്പോൾ 1st പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് സ്മോളസ്റ്റ് നമ്പർ എടുക്കാം, 1st പൊസിഷൻ ആണ് അല്ലേ. അപ്പം പൊസിഷൻ എടുത്തു. ഇനി ഹൈഫൺ കൊടുക്കുക. നെയിം ഓഫ് ദ ഹാലോ ഗ്രൂപ്പ് CL വരുമ്പോൾ നെയിം എന്താ വരുന്നത്? ക്ലോറോ. അപ്പോൾ 1 ക്ലോറോ ആയി. ഇനി നമ്മൾ എഴുതേണ്ടത് നെയിം ഓഫ് ദ ആൽക്കെയിൻ ആണ്. ആൽക്കെയിൻ എന്ന് വരുമ്പോൾ 3 കാർബൺസ് ഉള്ള ആൽക്കെയിന് എന്താ പേര് വരിക? പ്രൊപ്പെയിൻ. വൺ ക്ലോറോ പ്രൊപ്പെയിൻ എന്ന് കിട്ടും ആൻസർ കേട്ടോ. ഇനി സെക്കൻഡ് നോക്കിയേ. സെക്കൻഡ് 4 കാർബൺസും ഈ ഒരു ബ്രാഞ്ചിൽ 2 ബ്രോമിനുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കാം എങ്ങനെ പേര് വരുമെന്ന്. ഇവിടെ നിങ്ങളുടെ എണ്ണുമ്പോൾ 3ാമത്തെ കാർബണിലാണ് 2 ബ്രാഞ്ച് വരുന്നത്, ഇവിടുന്ന് ആവുമ്പോൾ 2ാമത്തതിലാണ്. അപ്പോൾ നമുക്ക് പൊസിഷൻ ആയിട്ട് 2 ആണ് എടുക്കേണ്ടത്. ആദ്യം തന്നെ നമ്മൾ എഴുതാൻ പോണത് പൊസിഷൻ അല്ലേ. അപ്പോൾ
രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് 2 2 ഹൈഫൺ കൊടുക്കുക. എന്നിട്ട് ഹാലോ ഗ്രൂപ്പിന്റെ പേരെന്താണ്? ബ്രോമോ ആണ് അല്ലെ. ബ്രോമോയുടെ മുന്നേ നമ്മൾ ഒരാളെ കൊടുക്കണം, ഡൈ എന്ന് കൊടുക്കണം. കാരണം എന്താണെന്നറിയോ? 2 ബ്രോമിൻ ഉണ്ട് അല്ലെ, 2 ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഡൈ ബ്രോമോ ഡൈബ്രോമോ. പിന്നെ 4 കാർബൺസ് ഉള്ളതിന് എന്താ പേര് വരിക? ബ്യൂട്ടെയിൻ. ബ്യൂട്ടെയിൻ 2 ഡൈബ്രോമോ ബ്യൂട്ടെയിൻ എന്ന് വരും കേട്ടോ. ഇത് അതേപോലെ തന്നെ കോളം പൂരിപ്പിക്കാനുള്ളതാണ്. ഇവിടെ 2 3 ഡൈബ്രോമോ ബ്യൂട്ടെയിൻ എഴുതാനുണ്ട്. സിമ്പിളായിട്ട് എഴുതാല്ലേ. 2 3 ഡൈബ്രോമോ ബ്യൂട്ടെയിൻ എങ്ങനെ എഴുതാം? നമ്മൾ ആദ്യം ബ്യൂട്ടെയിനെ എഴുതി കൊടുക്കുക. 2 3 4 ബ്യൂട്ടെയിൻ എഴുതി കൊടുക്കാം. അതിനുശേഷം ഹൈഫണ് കൊടുക്കുക. എന്നിട്ട് 2ലും 3ലും ഓരോ ക്ലോറോ ആണല്ലേ, ക്ലോറോ Cl കൊടുക്കാം. എന്നിട്ട് ഹൈഡ്രജന് കൊടുക്കാം. ഹൈഡ്രജന് ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ 3. ഇത്ര ഉള്ളു കോമ്പൗണ്ട് എഴുതാൻ പണി കേട്ടോ. അടുത്തത് ഇതിൻ്റെ പേര് എഴുതാനാണ്, IPSC നെയിം എഴുതാനാണ്. ഇതെന്താ വരിക? രണ്ടാമത്തെ പൊസിഷനിലാണ് F വന്നിട്ടുള്ളത്. അപ്പം 2 ഫ്ലൂറോ പ്രൊപ്പൈൻ. ഓക്കെ, അങ്ങനെ വരും കേട്ടോ. ഇനി ഈ കോമ്പൗണ്ടോ, ഈ കോമ്പൗണ്ടിൽ പൊസിഷന് നോക്കണം. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണുമ്പോൾ 5th പൊസിഷനിൽ ഒരു അയഡോ നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ആകുമ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ നമ്മൾ എടുക്കാം. 1 അയഡോ പെൻറ്റെയിൻ എന്ന് വരും കേട്ടോ. 1 അയഡോ പെൻറ്റെയിൻ. ഓക്കെ അല്ലേ? അങ്ങനെ ആ കോളം നമ്മൾ ഫില്ല് ചെയ്തു. 6th ഫങ്ഷണൽ ഗ്രൂപ്പാണ് നമ്മൾ നോക്കുന്നത്, ആൽക്കോക്സി ഗ്രൂപ്പ്. ഈ ആൽക്കോക്സി ഗ്രൂപ്പിൽ എന്താ ഉള്ളത്? ഒരു O ആണുള്ളത്. ഹലോ, അപ്പോൾ നമ്മുടെ ആൽക്കോക്സി ഗ്രൂപ്പ് നോക്കാട്ടോ. 6th ഫങ്ഷണൽ ഗ്രൂപ്പാണ് ആൽക്കോക്സി ഗ്രൂപ്പ്. ഇവിടെ O എന്നാണ് നമുക്ക് ഈ കോമ്പൗണ്ടിൽ കാണാൻ കഴിയുക. ആൽക്കോക്സി ഗ്രൂപ്പാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് എവിടെയെങ്കിലും ഒരു O കാണും. അപ്പോൾ ഇതിനെ നമ്മൾ ഈതർ ലിങ്കേജ് എന്ന് പറയാറുണ്ട്. ഈ 2 സൈഡുക്കും ഹൈഫൺ വരുന്നത് 2 സൈഡുക്കും ഹൈഡ്രോ കാർബൺസ് പോകുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്താണ് ഈതർ ലിങ്കേജിൻ്റെ either സൈഡ് of the alkyl group on the either side of either linkage, the longer alkyl group is considered as alkane and shorter as alkoxy. ഷോർട്ടർ ആൽക്കോക്സി ആയിട്ടും ലോങ്ങർ ചെയിനിനെ ആൽക്കെയിൻ ഗ്രൂപ്പായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും മക്കളെ? ഇവിടെ നോക്കിയേ, ഇവിടെ കണ്ടോ CH3, പിന്നെ ഒരു O, CH2 CH3. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഇതിൽ ഒരു സൈഡിൽ ഷോർട്ടർ ചെയിനാണ്, ഇവിടെ ലോങ്ങർ ചെയിനാണ് അല്ലേ. ഒരു കാർബൺ ഉള്ളത് ഷോർട്ടറും 2 കാർബൺ ഉള്ളത് ലോങ്ങറും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഷോർട്ടറിനെ ആൽക്കോക്സി ആയിട്ടും ലോങ്ങറിനെ ആൽക്കെയിനായിട്ടും കൺസിഡർ ചെയ്യണം എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഒരു കാർബൺ ഉണ്ടാവുമ്പോൾ അതിൻ്റെ
വേർഡ് റൂട്ട് മീതാണ്. ഇപ്പം മീതെയിൻ എന്നാണ് നമ്മൾ ആൽക്കെയിൻ ആകുമ്പോൾ പറയാം. ഇത് ഓക്സി ആയതുകൊണ്ട്, ആൽക്കോക്സി ആയതുകൊണ്ട് മെത്തോക്സി, മെത്തിൻ്റെ കൂടെ ഓക്സി ചേർക്കുക. അതിനുശേഷം ഇവിടെ ലോങ്ങർ ചെയിനിൽ ഉള്ളത് 2 കാർബൺസ് ആണ്. അപ്പം നമ്മൾ ഈത് എന്നാണ് അല്ലേ വേർഡ് റൂട്ട് വരുന്നത്, ഈതെയിൻ. അപ്പോൾ അത് ആൽക്കെയിൻ ആണല്ലോ, അതുകൊണ്ട് മെത്തോക്സി ഈതെയിൻ എന്ന് വരും പേരിട്ട. അപ്പോൾ ലോങ്ങറിനെ ആൽക്കെയിൻ ആയിട്ടും ഷോർട്ടറിനെ ഓക്സി ആയിട്ടും പരിഗണിക്കുക. ഇപ്പോൾ ഇത് എക്സാമ്പിളായിട്ട് പറഞ്ഞപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയില്ലേ. ഇനി നോക്കിയേ, കോമ്പൗണ്ട്സ് ഈ കോളം ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. കോമ്പൗണ്ട്സ് IPSC നെയിം തന്നിട്ടുണ്ട്. കോമ്പൗണ്ട്സിലെ CH3OCH3 ഇതാണ് കോമ്പൗണ്ട്. ഇവിടെ 2 സൈഡിലും ഒരേ അളവിലാണ് കോമ്പൗണ്ട് വന്നിട്ടുള്ളത്. ലോങ്ങർ ചെയിനോ ഷോർട്ടർ ചെയിനോ ഇല്ല. അപ്പോൾ നമുക്ക് ഏതിനും ഏത് പേരും വേണമെങ്കിൽ ഇടാം. 2 സൈഡിലും ഓരോ കാർബൺസ് ഉള്ളതാണല്ലേ. അപ്പം നമ്മളെങ്ങനെ പേരിടാം? ഒരു കാർബൺ ഉണ്ടാകുമ്പോൾ മീത് അല്ലേ, മീതിൻ്റെ അവിടെ ഓക്സി ഗ്രൂപ്പായി പരിഗണിക്കുക ഒരു സൈഡത്തത്. അപ്പം മെത്തോക്സി. പിന്നെ അടുത്തത് ആൽക്കെയിൻ ഗ്രൂപ്പായിട്ട് പരിഗണിക്കുമ്പോൾ നമ്മൾ മെത്തോക്സി മീതെയിൻ എന്ന് വരും. ഇതിൽ ലോങ്ങർ ചെയിൻ ഏതാ, ഷോർട്ടർ ചെയിൻ ഏതാ? അപ്പോൾ നമ്മൾ ഷോർട്ടർ ചെയിനിന് ആദ്യം പേര് വരണം. ഇത് ഒരു കാർബൺ ഉള്ളതാണ്, അതുകൊണ്ട് ഓക്സി ആയിട്ട് പരിഗണിക്കുമ്പോൾ നമ്മൾ മെത്തോക്സി എന്ന് വരും. പിന്നെ ഇത് 3 കാർബൺ ഉള്ളതാണ്, അപ്പോൾ എന്ത് വരും? പ്രൊപ്പെയിൻ, മെത്തോക്സി പ്രൊപ്പെയിൻ എന്ന് വരും അല്ലേ. ഓക്കെ അല്ലേ. ഇനി ഈതോക്സി പ്രൊപ്പെയിൻ. ഈതോക്സി പ്രൊപ്പെയിനെ നമ്മൾ എങ്ങനെ എഴുതും? ഈതോക്സി പ്രൊപ്പെയിൻ 2 സൈഡിലും എങ്ങനെയാണ് വരുന്നതെന്ന് ആദ്യം നോക്കണം. ഓക്സി ഗ്രൂപ്പിനെ തന്നെ നമുക്ക് ഫസ്റ്റ് ഹാൻഡ് എഴുതാം, അത് ഏത് സൈഡിലായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഓക്സി ഗ്രൂപ്പിനെ ഫസ്റ്റ് ഹാൻഡ് എഴുതിയാൽ പ്രശ്നം തീർന്നു. അപ്പോൾ ഈതോക്സി ആകുമ്പോൾ നമ്മൾ ആദ്യം 2 കാർബൺസ് മെത്ത് എത്ത് ഓക്കെ എഴുതി. ഇനി ഒരു ഓക്സി, പിന്നെ എന്താണ്? പ്രൊപ്പെയിൻ ആണല്ലേ. പ്രൊപ്പെയിന് 3 കാർബൺസ്, 2 3 എഴുതി. ഇനിയോ നമുക്ക് ഹൈഫൺ കൊടുക്കാം. ഹൈഫൺ കൊടുത്തു. ഇനി നമുക്ക് ഹൈഡ്രജനെ കൊടുക്കാം കേട്ടോ. ഹൈഡ്രജൻ ഇവിടെ CH3 CH2 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 CH3. അപ്പോൾ മെത്തോക്സി പ്രൊപ്പെയിൻ ആയിട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത ടോപ്പിക്കാണ് ഐസോമറിസം. ഐസോമറിസം എന്ന് പറഞ്ഞാൽ എ കോമ്പൗണ്ട് ഹാവിങ് സെയിം മോളിക്കുലാർ ഫോർമുല ആൻഡ് ഡിഫറെൻറ്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ കോൾഡ് ഐസോമേഴ്സ്. ദിസ് പ്രോസസ് ഐസോമറിസം. ഓക്കെ. അപ്പം എല്ലാ ഏത് ഐസോമേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ പെയറായിട്ടാണ് വരിക. അപ്പോൾ ചെയിൻ ഐസോമേഴ്സ്, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഐസോമറിസം, മെറ്റാമറിസം, ഇങ്ങനെ 4 ഐസോമറിസങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതന്നെ, മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും. ബാക്കിയെല്ലാം കെമിക്കലി ഫിസിക്കലി IPSC നെയിം എല്ലാം ചേഞ്ച് ഉണ്ടാവും, പക്ഷെ അതിൻ്റെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും. അപ്പം നമുക്ക് നോക്കാം ചെയിൻ ഐസോമറിസം. ചെയിൻ ഐസോമറിസം എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താ? ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞത് കാർബണും ഹൈഡ്രജനും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ കണ്ടോ എത്ര കാർബൺ ആണ്? നമ്മൾക്ക് മോളിക്കുലാർ ഫോർമുല എഴുതി നോക്കാം. കാർബൺ എത്രയാണ് ഉള്ളത്? 1 2 3 4 5. ഇനി ഹൈഡ്രജനോ? ഹൈഡ്രജൻ എത്ര ഉണ്ട്? 6 7 8 9 10 11 12.
ഓക്കെ അല്ലേ? ഇനി അടുത്തതോ, അടുത്തതിന് എന്താ പ്രത്യേകത? CH മാത്രമേ ഉള്ളൂ, പക്ഷേ ഒരു CH3 ഇവിടെ ബ്രാഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ IUPAC നിയമത്തിൽ തന്നെ ചേഞ്ച് വരും അല്ലേ? ഇത് ബ്രാഞ്ച് ഉള്ളതാണല്ലോ. നമ്മൾക്ക് പെൻറ്റെയിൻ എന്നുള്ളതിന് ഇപ്പോൾ ഇവിടെ IUPAC നിയമം എന്തായിപ്പോയി? 2-methyl butane ആയി. 2-methyl butane എന്നായതിൻ്റെ IUPAC നിയമം. അപ്പോൾ IUPAC നിയമം വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതിന് കാർബണും ഹൈഡ്രജനും ഒന്ന് എണ്ണി നോക്കിയേ. 5 കാർബൺ, ഹൈഡ്രജനോ 12 ഹൈഡ്രജൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ്, പക്ഷെ അതിലെല്ലാത്തിലും കാർബണും ഹൈഡ്രജനും ഉള്ളത്. അപ്പോൾ ഇതൊരു ചെയിൻ ഐസോമറിസ് ആണ് കേട്ടോ. കാർബണും ഹൈഡ്രജനും മാത്രം ആണ് മോളിക്കുലാർ ഫോർമുല സെയിമും ആയാൽ ചെയിൻ ഐസോമറിസ് ആണ്. ചെയിനിലാണ് വ്യത്യാസം വരിക, ചെയിൻ ഐസോമറിസത്തിന്. അപ്പോൾ അതിൻ്റെ നെയിം എന്താ വരിക? 2,2-dimethyl propane എന്നാണ് വരിക അല്ലേ? അപ്പോൾ IUPAC നെയിം വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായി. ഇനി മോളിക്കുലാർ ഫോർമുല എന്താ വരുന്നത്? C5H12. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം ചെയിൻ ഐസോമറിസത്തിൻ്റെ ജോഡികളാണ് കേട്ടോ. ഇപ്പോൾ ഇത് തന്നിട്ട് നിങ്ങളോട് ഇത് ചെയിൻ ഐസോമറിസത്തിന് ഒരു ജോഡി എഴുതാന്ന് പറഞ്ഞാൽ അതേ മോളിക്കുലാർ ഫോർമുല ഉള്ള വേറൊരാളാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. പക്ഷെ അതേപോലെ എഴുതരുത്, അതിൻ്റെ ചെയിനിൽ വ്യത്യാസം വരണം. അങ്ങനെയാണ് ചെയിൻ ഐസോമറിസം എന്ന് പറയുന്നത്. ഇനി പൊസിഷൻ ഐസോമറിസം. പൊസിഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഇതിലുണ്ടാകും, അതിൻ്റെ പൊസിഷനിലെ വ്യത്യാസം വരാം. പൊസിഷനിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് കേട്ടോ. മോളിക്കുലാർ ഫോർമുല ഒക്കെ സെയിം ആയിരിക്കും. ഇതിൽ C4H10O ആണ് വരുന്നത്. ഓക്കെ, 1 2 3 4 C4 ആണ്. H എത്ര ഉണ്ട്? 3 5 7 9 10 10 ഹൈഡ്രജൻ, പിന്നെ ഒരു ഓക്സിജൻ. അപ്പോൾ C4H10O ഉണ്ട്. ഇനി ഇതിൻ്റെ പേരെന്താണ്? OH ആണുള്ളത് അല്ലേ? നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിലെ ആൽക്കോക്സി ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ ഓളാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ ബ്യൂട്ടാൻ ഓൺ ഓൾ എന്നാണ് അതിൻ്റെ നെയിം വരുന്നത്. ഇതിൽ പൊസിഷൻ, ഈ OHൻ്റെ പൊസിഷൻ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഈ ജോഡിയിൽ അല്ലേ? ഇത് ഒന്നാമത്തെ പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടാമത്തെ പൊസിഷനിലാണ്. അപ്പോൾ IUPAC നിയമം മാറിയില്ലേ? പക്ഷേ എന്താണ് ഇവിടെ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തറിയാം, ഇത് പൊസിഷൻ ഐസോമറിസം ആണ്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷനിലാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കുക. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ളതിനും ഇതുപോലെ വരാം. ഇവർക്കും ഇതേപോലെ പൊസിഷനിൽ വ്യത്യാസം വന്നുകൊണ്ട് വരും. ഇവിടെ കണ്ടോ, മൂന്നാമത്തെ കാർബൺ കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട് അല്ലേ? ഇത് ഇവിടുന്ന് എണ്ണുമ്പോൾ ഒന്നാമത്തത്. ഇനി ഇവിടെ ആണെങ്കിലോ രണ്ടാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. വാട്ട് ഈസ് ദ മോളിക്കുലാർ ഫോർമുല ദീസ് കോമ്പൗണ്ട്? മോളിക്കുലാർ ഫോർമുല ഒന്ന് എഴുതി നോക്കിയാലോ. എന്താണ്? C4H എത്ര ഉണ്ട് നോക്കിയേ? 4 6 8. അടുത്തതിനോ 3 6 7 8. രണ്ടിനും C4 ആണ്, H8 ആണ്. അപ്പോൾ മോളിക്കുലാർ ഫോർമുല അതാണ്. റൈറ്റ് ദ IUPAC നെയിം. IUPAC നെയിം എങ്ങനെയാ വരിക? ഇതിന് ബ്യൂട്ട് 1-ന്, ഇതിനോ ബ്യൂട്ട് 2-ന്. പക്ഷേ ഇത് ഒരു പൊസിഷൻ ഐസോമറിസം ആണ്. കാരണം
ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷനിൽ ചേഞ്ച് വന്നതാണ്. ഇതേപോലെ ട്രിപ്പിൾ ബോണ്ടിനും വരാം കേട്ടോ. നെക്സ്റ്റ് ഫങ്ഷണൽ ഐസോമറിസം. ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പുകളിലെ ആരെങ്കിലും ഇതിലുണ്ടാകും. പക്ഷേ ഇത് ജോഡിയിൽ രണ്ടിലും വ്യത്യാസം ഉണ്ടാവും. ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസം ഉണ്ടാവും. ഇവിടെ കണ്ട ഒരു OH ആണ്, ആൽക്കഹോൾ ഗ്രൂപ്പിൽ പെട്ട ആളാണ്. പക്ഷെ ഇതോ ആൽക്കോക്സി ഗ്രൂപ്പാണ്. രണ്ടും ഡിഫറെൻ്റ് ഫങ്ഷണൽ ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ ബട്ട് സെയിം മോളിക്കുലർ ഫോർമുല. Two compounds have same molecular formula. So this is a functional isomerism. Let's see. C2 hydrogen 356 next on oxygen. അപ്പോൾ C2H6O. This is a molecular formula. Next one, C2 hydrogen 6 next O. Same two molecular formulas. Okay, അപ്പം but different IUPAC name, isn't it? Ethanol. Its name is ethanol. This name is methoxymethane. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ആൽക്കോക്സി ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആളാണ് അല്ലേ, ഈതർ ലിങ്കേജ് വരുന്ന. അപ്പോൾ ഇവരിൽ ഫങ്ഷണൽ ഗ്രൂപ്പിലാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് വരുന്നത് എല്ലാം കൂടെ മിക്സ് ആയിട്ട് അതിൽ നിന്ന് ഓരോന്നും ജോഡികൾ കണക്കാക്കാനുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എല്ലാത്തിൻ്റെയും മോളിക്കുലാർ ഫോർമുല എഴുതി നോക്കുക. IUPAC നെയിം എഴുതാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ IUPAC നെയിമും എഴുതണം. അപ്പോൾ മോളിക്കുലാർ ഫോർമുല അങ്ങോട്ട് എഴുതി നോക്കിയാൽ നമുക്ക് അതേ മോളിക്കുലാർ ഫോർമുല ഉള്ളത് അതിൻ്റെ ജോഡിയായിട്ട് എടുക്കാം, പെയറായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തതിൻ്റെ മോളിക്കുലാർ ഫോർമുല ഒന്ന് പറഞ്ഞേ. C5H3 6 8 10 12. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ചെയിൻ ഐസോമറാണ് അല്ലേ, ചെയിൻ ഐസോമറാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തതിൽ C4 ഹൈഡ്രജൻ 3 5 7 9 10. നെക്സ്റ്റ് ഒരു ഓയും കൂടെ ഉണ്ട് അല്ലേ. ഓക്കെ, ഇനി മൂന്നാമത്തത് C5H12. ഇപ്പം മനസ്സിലായോ? C5H12 നമുക്ക് രണ്ടെണ്ണം കിട്ടിയില്ലേ. അപ്പോൾ അവർ ജോഡികളാണെന്ന് മാത്രം നോക്കിയാൽ പോരാ, കാർബണും ഹൈഡ്രജനും മാത്രം ഉള്ളതിനെ ജോഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവ രണ്ടാണ് ജോഡികളാണ്. ഇനി ഫോർത്ത് വൺ ഈസ് C4H6 8 10 O. ഇതും സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, സെക്കൻഡ് വണ്ണും ഫോർത്ത് വണ്ണും അല്ലേ. അപ്പോൾ അത് രണ്ടും പെയറാണ്. ഇനി ഫിഫ്ത്ത് വൺ C3H3 5 7 8 O. Sixth one C3H3 6 8 O. ഇത് രണ്ടും സെയിം ആണ് അല്ലേ.
അപ്പോൾ 5th 6th പെയറാണ്, 1 3 പെയറാണ്, 2 4 പെയറാണ്. ഇങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉള്ളത്. പിന്നെ നെക്സ്റ്റ് വണ്ണാണ് മെറ്റാമറിസം. മെറ്റാമറിസം എന്ന് പറഞ്ഞാൽ ഇതിൽ 2 ഫങ്ഷണൽ ഗ്രൂപ്പ്സ് മാത്രമേ വരാറുള്ളൂ. അത് സെൻട്രലായിട്ട് വരും. ഇതിൽ സിമ്പിളാണ്, നമുക്കറിയാം. ഇതിൻ്റെ പേരെന്താണ്? എതോക്സി ഈതെയ്ൻ എന്നാണ് അല്ലേ. ഇത് ആൽക്കോക്സി ഗ്രൂപ്പിൽ പെട്ട ആളാണ്. ഇവരോ ഇതിൽ CO ആണുള്ളത്, കീറ്റോ ഗ്രൂപ്പിൽ പെട്ട ആളാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിലെ എന്താണ് ഇത് ഈ ജോഡികൾ തമ്മിൽ പിന്നെ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, അതെല്ലാത്തിലും പറഞ്ഞ പോലെ തന്നെ സെയിം ആണ്. പക്ഷെ ഇതിലെന്താ വ്യത്യാസം വരികയെന്ന് വെച്ചാൽ ഇതിൻ്റെ 2 സൈഡിലുമുള്ള കാർബൺസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും. ഇവിടെ ഒരു സൈഡിൽ 2 ആണ്, ഇവിടെ ഒരു സൈഡിൽ 2 ആണ്. ഇവിടെ one side is 1 carbon but another side is 3 carbon. ഓക്കെ, രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ട് വരും. മനസ്സിലായോ? അതേപോലെ തന്നെയാണ് ഇതും വരിക. ഇവിടെ കണ്ടോ, COൻ്റെ ഒരു സൈഡിൽ 1 കാർബണും ഒരു സൈഡിൽ 3 കാർബണും വന്നിട്ടുള്ളത്. പക്ഷേ ഇതിന് നോക്കിയേ, ഇവിടെ 2 കാർബണും ഇവിടെ 2 കാർബണും ആയിട്ടാണ് വന്നിട്ടുള്ളത്. മോളിക്കുലാർ ഫോർമുല എഴുതി നോക്കണം എന്നുണ്ടെങ്കിൽ എഴുതി നോക്കാം കേട്ടോ. നമുക്കിതിൻ്റെ ഒന്ന് എഴുതി നോക്കാം. ഇത്രയാണ് C4H6 8 10 പിന്നെ ഒരു ഓയും. അടുത്തത് നോക്കൂ. 1 2 3 4 C4 തന്നെ, HO 6 8 10 H10 ആണ്, പിന്നെ ഒരു ഓയും. അപ്പോൾ സെയിം മോളിക്കുലാർ ഫോർമുല അല്ലേ. അതേപോലെ ഇതും നമുക്ക് നോക്കാം. C1 2 3 4 5 C5 ആണ്. H എത്ര ഉണ്ട്? 3 6 8 10 ഉണ്ട്, പിന്നെ ഒരു ഓയും അല്ലേ. അപ്പോൾ ഇത് രണ്ടും സെയിം, ഇത് രണ്ടും സെയിം, മോളിക്കുലാർ ഫോർമുല സെയിം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. നന്നായിട്ട് ക്ലിയറായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. when you should learning chemistry, you must have understand concept. Okay, thank you.